ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പോരാട്ടത്തിനോടൊപ്പം അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഏറ്റവും ശക്തമായി ഉയർന്നു നിന്ന ഒരു വിഷയം വടകരയിലെ കാഫിർ പ്രയോഗമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കിയ ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു വടകര ലോക്സഭാ മണ്ഡലം. അതിന് കാരണങ്ങൾ പലതായിരുന്നു. ആദ്യഘട്ടത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥികളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് ഇടതുപക്ഷത്തിന് തന്നെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാകുവാൻ സാധ്യതയും കഴിവുമേറെയുള്ള കെ ശൈലജ ടീച്ചറും, മറുഭാഗത്ത് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചതാകട്ടെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവമുഖമായ വരും കാലത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയായി നിൽക്കുന്ന ഷാഫി പറമ്പിൽ എന്ന മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. അങ്ങനെ പോരാട്ടം കടുക്കുന്നതിൻ്റെ ഇടയിലാണ് രാഷ്ട്രീയപരമായി എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നവമാധ്യമങ്ങളിലൂടെ പരസ്പരം കരിവാരിത്തേക്കുന്ന തരത്തിലേക്കുള്ള തന്ത്രപരമായ നീക്കങ്ങളും ഇരുഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിൽ കുറച്ച് കടുത്തു നിന്നത് കെ ശൈലജ ടീച്ചർക്കെതിരായുള്ള ലൈംഗിക ആക്ഷേപ ചുവയുള്ള പോസ്റ്റുകളും വീഡിയോകളും പ്രചരിപ്പിച്ചു എന്നുള്ള ആരോപണമായിരുന്നു. എന്നാൽ ആ ആരോപണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം വരെ കൊണ്ടുപോകുവാനോ അല്ലെങ്കിൽ ആ ആരോപണം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണെന്ന് തെളിയിക്കുവാനോ ഇടതുപക്ഷ നേതാക്കന്മാർക്കോ സൈബർ സഖാക്കന്മാർക്കോ കെ ശൈലജ ടീച്ചർക്കോ സാധിച്ചില്ല. എന്നാൽ അതിന് മറുപടി എന്ന പോലെ ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് കോൺഗ്രസ് വർഗീയത പ്രചരിപ്പിക്കുവാൻ വേണ്ടി കാഫിർ പ്രയോഗം നടത്തിയെന്നുള്ള പരാമർശമായിരുന്നു. അതിനെതിരായുള്ള പല ആരോപണങ്ങളും അതിനെതിരായുള്ള പല പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പിൻ്റെ കാലയളവിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ കാഫിർ പ്രയോഗം തീർത്തും ശരിയാണെന്ന വാദം തന്നെയായിരുന്നു ഇടതുപക്ഷ നേതാക്കന്മാരും സഹയാത്രികരും ഇടതുപക്ഷ അനുയായികളും ഒക്കെ ഉയർത്തിപ്പിടിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഷാഫി പറമ്പിൽ വിജയിക്കുകയായിരുന്നു. 1,00,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു അന്ന് ഷാഫി പറമ്പിലിന് ഉണ്ടായിരുന്നത്. ഷാഫി പറമ്പിൽ വിജയിച്ചതിന് പിന്നാലെ തന്നെ ഇടതുപക്ഷ പാളയത്തിൽ നിന്നുമാണ് കാഫിർ പ്രയോഗത്തെ പരാമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റർ പുറത്തു വന്നതെന്ന തെളിവുകളും പോലീസ് പുറത്തുവിടുന്നു. ഇതിന് പിന്നാലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവായ പാറക്കൽ അബ്ദുള്ള തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ കുറിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: അമ്പാടിമുക്ക് സഖാക്കളിൽ നിന്ന് തുടങ്ങി റെഡ് ബറ്റാലിയനിലെ അമൽറാം വഴി റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിലെ റിബേഷ് വരെ എത്തി നിൽക്കുന്ന ഈ ചരടിൻ്റെ അറ്റം വെളിയിൽ വരും വരെ നോ കോംപ്രമൈസ്. ഇത്തരത്തിലുള്ള വാചകങ്ങൾ കൊണ്ടുള്ള ഒരു പോസ്റ്റ്, ഒപ്പം ഒരു പോസ്റ്ററും. കാഫിർ കേസ് വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതും പ്രചരിപ്പിച്ചതും ഇടത് വാട്സപ്പ് ഗ്രൂപ്പുകളെന്ന് പോലീസ് വീണ്ടും ഹൈക്കോടതിയിൽ. 2024 ഏപ്രിൽ 25 3 PM അമ്പാടിമുക്ക് സഖാക്കൾ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തത് അഡ്മിൻ മനീഷ്. 2024 ഏപ്രിൽ 25 2:34 PM റെഡ് ബറ്റാലിയൻ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് അമൽറാം. 2024 ഏപ്രിൽ 25 2:13 PM റെഡ് എൻകൗണ്ടർ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് റിബേഷ്. റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്ത റിബേഷ് സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം അറിയില്ലെന്ന് പോലീസിനോട് പറഞ്ഞു എന്നടക്കമുള്ള വിശദ വിവരങ്ങളാണ് പാറക്കൽ അബ്ദുള്ളയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ താഴെ അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. വ്യാജ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിലൂടെ ആദ്യം പുറത്തു വരുന്നത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജിലൂടെ ആയിരുന്നു. അന്നു മുതൽ നമ്മൾ ഉയർത്തിയ ചോദ്യം അവർക്ക് ഇതെവിടുന്ന് കിട്ടിയെന്നാണ്. ഇന്ന് അതിൻ്റെ കണ്ണികൾ ഓരോന്നായി പുറത്തു വരികയാണ്. നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിക്കുവാൻ ശ്രമിച്ച സാമൂഹ്യ ദ്രോഹികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ പോലീസ് തയ്യാറാകണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. അതിനെതിരെ അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി പേർ കമൻ്റ് ഇടുകയും ചെയ്തു. ഇപ്പോൾ പാറക്കൽ അബ്ദുള്ളക്കെതിരെ നിയമപരമായ നടപടിക്ക് ഒരുങ്ങുന്നു എന്നുള്ളത് മാത്രമല്ല, കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് വടകര DYFI ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായ റിബേഷ് ആണെന്ന് തെളിയിച്ചാൽ 25 ലക്ഷം രൂപ ഇനാം നൽകാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് മറുപടിയായി DYFI വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരിക്കുകയാണ്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: പാറക്കൽ അബ്ദുള്ള അപ്ലോഡ് ചെയ്ത പോസ്റ്റിന് മറുപടി എന്ന പോലെയാണ് DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കാഫിർ പോസ്റ്റ് നിർമ്മിച്ചത് DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ് സഖാവ് RS റിബേഷ് മാസ്റ്ററാണെന്ന് തെളിയിക്കുന്നവർക്ക് 25 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഒപ്പം റിബേഷ് മാസ്റ്ററുടെ ഫോണും പരിശോധിക്കാമെന്നും DYFI പ്രവർത്തകർ പറയുന്നുണ്ട്. എന്നാൽ 25 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും അതിന് മറുപടി എന്ന പോലെ ഫേസ്ബുക്കിൽ കാഫിർ പ്രയോഗം പോസ്റ്റർ ആദ്യം പ്രചരിപ്പിച്ചതാരെന്ന് തെളിയിച്ചാൽ ഈ പണം അങ്ങോട്ടും നൽകാമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഹാസ്യപരമായ ഒരു മറുപടി. തെരഞ്ഞെടുപ്പ് കാലയളവിൽ ശക്തമായി ഉയർന്ന കാഫിർ പ്രയോഗത്തിന്റെ പോസ്റ്റർ നിർമ്മിച്ചത് റിബേഷ് മാസ്റ്റർ അല്ല. എന്നാൽ സമൂഹത്തിൽ കോൺഗ്രസ് വർഗീയത പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് പുറത്തു കൊണ്ടുവരുവാനും അല്ലെങ്കിൽ അത്തരത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നത് തടയിടുവാനും വേണ്ടിയിട്ടാണ് താൻ തൻ്റെ മുമ്പിൽ വന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്
മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തത് എന്നാണ് റിബേഷ് മാസ്റ്ററും ഡിവൈഎഫ്ഐയും ഒക്കെ പറയുന്നത്. റിബേഷ് മാസ്റ്റർ ഇപ്പോൾ പാറക്കൽ അബ്ദുള്ളക്കെതിരെയും ശക്തമായ രീതിയിലുള്ള നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ്. 3 ദിവസത്തിനുള്ളിൽ പരസ്യമായി മാപ്പ് പറയുകയും ആ പരസ്യമായി മാപ്പ് പറഞ്ഞത് ഒരു പൊതുവേദിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തില്ല എങ്കിൽ പാറക്കൽ അബ്ദുള്ളക്കെതിരെ ശക്തമായ നിയമ നടപടികൾക്ക് തയ്യാറാകുമെന്നു തന്നെയാണ് റിബേഷ് മാസ്റ്ററും ഡിവൈഎഫ്ഐയും ഇപ്പോൾ അറിയിക്കുന്നത്. കൂടാതെ ഈ പ്രശ്നം കാര്യമായ രീതിയിൽ ചർച്ചയായ സമയങ്ങളിൽ റിബേഷ് മാസ്റ്ററാണ് ഇത്തരത്തിൽ ഒരു കാഫിർ പ്രയോഗ പോസ്റ്റർ നിർമ്മിച്ചതെന്ന് ഒരു സ്വകാര്യ ചാനൽ വാർത്ത നൽകുകയും ചെയ്തു. ആ സ്വകാര്യ ചാനലിനെതിരായും ഇപ്പോൾ റിബേഷ് മാസ്റ്റർ നിയമ നടപടിക്ക് തയ്യാറാവുകയാണ്. എത്രയും വേഗം താനല്ല ഇതിന് പിന്നിൽ എന്ന് മറുപടി പറഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് ക്ഷമയാചിച്ചില്ല എങ്കിൽ 3 ദിവസത്തിനുള്ളിൽ പാറക്കൽ അബ്ദുള്ളക്കെതിരെയും ഈ സ്വകാര്യ ചാനലിനെതിരെയും ശക്തമായ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കും റിബേഷ് മാസ്റ്റർ. എന്തായാലും രാഷ്ട്രീയ പോരാട്ടം എല്ലാം അവസാനിച്ചെങ്കിൽ പോലും കാഫിർ പ്രയോഗം സമൂഹത്തിൽ ഇപ്പോൾ കാര്യമായ ചർച്ചയിൽ തന്നെ നിൽക്കുകയാണ്. കാഫിർ പ്രയോഗത്തിന്റെ പിറകിൽ ഇടതുപക്ഷമാണ് എന്ന പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇപ്പോൾ ഇടതുപക്ഷത്തിന് വലിയ വിനയായിരിക്കുകയാണ്. എന്നിരുന്നാലും തങ്ങളല്ല ഇത്തരത്തിലൊരു മോശപ്രവൃത്തി ചെയ്തത് എന്ന് തെളിയിക്കുവാൻ പലയിടങ്ങളിലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പല പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണണം പാറക്കൽ അബ്ദുള്ള പറഞ്ഞതുപോലെ ഈ പോസ്റ്ററിന് പിന്നിലെ നൂല് പിടിച്ചു പോകുമ്പോൾ ഇതിൻ്റെ അറ്റത്ത് ആരാണെന്ന്. ഇത് ഡിവൈഎഫ്ഐ തന്നെ നിർമ്മിച്ചതാണോ, അല്ല കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാരുടെയോ പ്രവർത്തകരുടെയോ കരങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടോ എന്നും.